ഇന്നത്തെ ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന നമ്മുടെ സ്കൂൾ മാനേജർ ബഹുമാനപ്പെട്ട എബ്രഹാം തോമസ് അച്ഛൻ, ഇന്ന് ഇവിടെ മുഖ്യാതിഥിയായി ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്ത് തിരിച്ചുപോയ കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് അവറുകൾ, ഇന്ന് നമ്മളെ അനുഗ്രഹ പ്രഭാഷണം കൊണ്ട് അനുഗ്രഹിച്ച ഏറ്റവും ബഹുമാനമുള്ള വെരി റവറൻഡ് മാത്യു ജോൺ അച്ഛൻ, ജോൺ തോമസ് അച്ഛൻ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏറ്റവും ബഹുമാനമുള്ള എൻ്റെ പൂർവ്വകാല അധ്യാപകർ, ഈ സ്കൂളിൽ നിന്നും റിട്ടയർ ചെയ്ത് വീണ്ടും ഈ പടിയിലേക്ക് കയറി വന്ന പ്രിയപ്പെട്ട അധ്യാപകർ, PTA മെമ്പേഴ്സ്, മാതാപിതാക്കൾ, സഹപ്രവർത്തകർ, പ്രിയമുള്ള കുഞ്ഞുങ്ങൾ, ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇത്രത്തോളം എന്നെ നടത്തി ഇന്ന് ഈ വേദിയിൽ ഇപ്രകാരം നിൽക്കുവാൻ സഹായിച്ച സർവശക്തന് 1000 സ്തുതികൾ അർപ്പിച്ചുകൊള്ളുന്നു. ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ തക്ക സമയത്ത് തന്നെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി വീണ ജോർജ് അവറുകൾ, ബഹുമാനപ്പെട്ട അച്ഛന്മാർ, വെരി റവറൻഡ് മാത്യു ജോൺ അച്ഛൻ, ഏവരോടും ഈ സ്കൂളിൻ്റെ പേരിലുള്ള നന്ദി ആദ്യമേ ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. ക്രാന്തദർശിയായ കുറുന്തോട്ടിക്കൽ അച്ഛൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് കോഴഞ്ചേരി കീഴുകരയുടെ കുന്നിൻ ചരുവിൽ 929 സ്ഥാപിതമായ എൻ്റെ മാതൃവിദ്യാലയമായ സെൻറ്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിൻ്റെ 96ാമത് വാർഷികത്തിന് 1000 ആശംസകൾ അറിയിച്ചു കൊള്ളുന്നു. ശതാബ്ദിയിലേക്ക് എത്തുമ്പോൾ ഈ വിദ്യാലയം കൂടുതൽ ഉയരങ്ങളിൽ എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 3 വർഷത്തെ ഈ സ്കൂളിലെ ഹൈസ്കൂൾ വിദ്യാഭ്യാസവും സെൻറ് തോമസ് ഹൈസ്കൂൾ ഉൾപ്പെടെ 34 വർഷത്തെ അധ്യാപനവും ചേർന്ന് 37 വർഷത്തെ ബന്ധമാണ് ഈ സ്കൂളുമായിട്ട് എനിക്കുള്ളത്. 1982 എന്നെ ഈ സ്കൂളിൽ ചേർക്കുമ്പോൾ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയായി എൻ്റെ പിതാവ് ഇവിടെ കൊണ്ടുവരുമ്പോൾ ഈ സ്കൂളിലെ മിക്കവാറും എല്ലാ അധ്യാപകരും പിതാവിൻ്റെ പരിചയമുള്ളവരും സുഹൃത്തുക്കളുമായിരുന്നു. ആയതിനാൽ എനിക്കും ഈ സ്കൂളിൽ എപ്പോഴും ശ്രദ്ധയും പ്രത്യേക പരിഗണനയും ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിൽ എന്നെ പഠിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർ ഇന്ന് ശാരീരിക അസ്വസ്ഥത മൂലം ഇവിടെ വരാൻ സാധിക്കയില്ല എന്ന് മിക്കവാറും എല്ലാവരും അറിയിച്ചിരുന്നു. കൊച്ചു ശാന്തമ്മ ടീച്ചർ മാത്രം ഇവിടെ എത്തിയതായിട്ട് ഞാൻ കണ്ടു. പിന്നെ ആലീസ് ടീച്ചറും മാത്രമേ ഞാൻ പഠിച്ച കാലഘട്ടത്തിലുള്ള അധ്യാപകർ ഇവിടെ എത്തിയിട്ടുള്ളൂ. 2 പേരോടും പ്രത്യേകമായ നന്ദി സ്നേഹവും ഈ സമയത്ത് ഇവിടെ എത്തിയതിലുള്ള സന്തോഷം അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ ഞാൻ ഈ സ്കൂളിൽ പ്രവർത്തിച്ച കാലഘട്ടങ്ങളിൽ ഇവിടെ സഹപ്രവർത്തകരായിരുന്ന പ്രിയപ്പെട്ട റിട്ടയർ ചെയ്ത അധ്യാപകരെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരോടുമുള്ള സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. കാലയവനിയയ്ക്കുള്ളിൽ മറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരെ ഓരോരുത്തരെയും ഈ സമയം ഞാൻ സ്മരിച്ചു കൊള്ളുന്നു. മല്ലപ്പുശ്ശേരി MD LP സ്കൂൾ, ആറന്മുള ഗവൺമെൻറ് ഹൈസ്കൂൾ, സെൻറ്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ, സെൻറ്റ് തോമസ് കോളേജ്, സെൻറ്റ് തോമസ് TTI തിരുവല്ല എന്നിവിടങ്ങളിലെ വിദ്യാഭ്യാസത്തിന് ശേഷം 1992 KV ആലീസ് ടീച്ചറിൻ്റെ ലീവ് വേക്കൻസിയിൽ ഞാൻ ജോലിയിൽ പ്രവേശിച്ചു. ചില ക്രമീകരണങ്ങളുടെ ഭാഗമായി സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ UPST ആയി അന്നത്തെ മാനേജരായിരുന്ന ദിവംഗതനായ വെരി റവറൻഡ് PV തോമസ് അച്ഛൻ എന്നെ അപ്പോയിൻ്റ് ചെയ്തു. 1996 മേഴ്സി ജോർജ് ടീച്ചർ ഹെഡ് മിസ്ട്രസ്സായ വേക്കൻസിയിൽ ഈ സ്കൂളിൽ എനിക്ക് ഹൈസ്കൂൾ മാത്തമാറ്റിക്സ് അധ്യാപികയായി പ്രമോഷൻ ലഭിച്ചു. 2022 ജൂൺ 1 മുതൽ അന്നത്തെ മാനേജർ റവറൻഡ് തോമസ് മാത്യു അച്ഛൻ എന്നെ പ്രൊമോട്ട് ചെയ്ത് നാളിതുവരെ ഈ സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ്സായി പ്രവർത്തിക്കുന്നു. 2026 മെയ് 31 റിട്ടയർ ചെയ്യുന്നു. കാലാകാലങ്ങളിൽ ഈ സ്കൂളിൻ്റെ മാനേജർമാരായി നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ ഈ സമയം ഞാൻ സ്മരിച്ചു കൊള്ളുന്നു. പ്രത്യേകിച്ച്
ഞാൻ എച്ചമായിരുന്ന കാലഘട്ടങ്ങളിൽ കൂടുതൽ ഇടപെടേണ്ടി വന്ന ബഹുമാനപ്പെട്ട മാനേജർ റവറൻ തോമസ് മാത്യു അച്ഛൻ, ഇപ്പോൾ മാനേജരായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഏബ്രഹാം തോമസ് അച്ഛൻ, ഏവരും തന്ന നേതൃത്വത്തിനും കരുതലിനും പ്രത്യേകം കടപ്പാട് അറിയിച്ചു കൊള്ളുന്നു. ഞാനിവിടെ പ്രവർത്തിച്ച കാലയളവിൽ ഈ സ്കൂളിനെ ധീരമായി നയിച്ച ഹെഡ് മിസ്ട്രസ്സുമാരായിരുന്ന പ്രിയപ്പെട്ട മേഴ്സി ടീച്ചർ, റേച്ചൽ തോമസ് ടീച്ചർ, എൻ്റെ അധ്യാപിക കൂടിയായിരുന്ന സൗമിനി ടീച്ചർ, 13 വർഷം ഈ സ്കൂളിനെ നയിച്ച സൂസൻ വി ജോർജ് ടീച്ചർ, മോളി ടീച്ചർ, എലിസബത്ത് ജോസഫ് ടീച്ചർ, എല്ലാവരുടെയും സ്നേഹത്തിനും കരുതലിനും ഞാൻ നന്ദി അറിയിക്കുന്നു. ഈ കാലയളവിൽ എന്നോടൊപ്പം പ്രവർത്തിച്ച് റിട്ടയർ ചെയ്ത് ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട അധ്യാപകരോടും ഉള്ള സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. ഇന്നിവിടെ വന്നു ചേർന്നതിലുള്ള നന്ദിയും അറിയിച്ചു കൊള്ളുന്നു. 1992-96 കാലയളവിൽ ഞാൻ സെൻറ് തോമസ് ഹൈസ്കൂളിൽ UPST ആയി പ്രവർത്തിച്ചു. ആ കാലയളവിൽ എന്നോടൊപ്പം പ്രവർത്തിച്ച സഹപ്രവർത്തകരായിരുന്ന എല്ലാ അധ്യാപകരോടും ഉള്ള നന്ദിയും സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു. ഈ സ്കൂളിൽ മാനേജർമാർക്കൊപ്പം സ്കൂളിന് വേണ്ട എല്ലാ കൈത്താങ്ങലും നൽകി സഹായിച്ച കോഴഞ്ചേരി മർത്തോമ ഇടവക ചുമതലക്കാർ, സ്കൂൾ ബോർഡ് ഭാരവാഹികൾ, ഓഫീസ് സ്റ്റാഫ്, പ്രത്യേകിച്ച് ഇപ്പോൾ ഇടവകയുടെ ട്രസ്റ്റി ആയിരിക്കുന്ന ശ്രീ ബിനു പരപ്പുഴ, മറ്റു ചുമതലക്കാർ, സ്കൂൾ ബോർഡ് ട്രസ്റ്റി ആയിരിക്കുന്ന TM ഫിലിപ്പ് അവറുകൾ, അക്കൗണ്ട് ട്രസ്റ്റി ബെഞ്ചമിൻ, സെക്രട്ടറി മറിയാമ്മ ജോൺസൺ എന്നിവരും, അതുപോലെ സ്കൂൾ ഓഫീസ് സ്റ്റാഫായി സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളും ആവശ്യങ്ങളും ചെയ്തു തരുന്ന റോയ് മാത്യു പി വർഗീസ് എന്നിവരോടുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു. ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, പ്രത്യേകിച്ച് സ്റ്റെല്ല തോമസ്, നേരത്തെ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന സാറ ടീച്ചർ, ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത അശോക് ഗോപിനാഥ്, കോഴഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റന്മാരായിരുന്ന റോയി ഫിലിപ്പ് അവറുകൾ, സാലി ഫിലിപ്പ് അവറുകൾ, അതുപോലെ പഞ്ചായത്ത് മെമ്പർമാരായിരുന്ന ബിജോ പി മാത്യു, ബിജലി പി ഈശോ, ലതാ ചെറിയാൻ, ഇപ്പോൾ ഈ വാർഡിൻ്റെ മെമ്പറായിരിക്കുന്ന സിൽവിയ അവറുകൾ, ഓരോരുത്തരോടുമുള്ള സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. സ്കൂളിൻ്റെ ഉന്നമനത്തിനായി ചേർന്ന് നിന്നുകൊണ്ട് സഹകരിച്ച് എപ്പോഴും അവരുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഈ സ്കൂളിൻ്റെ നെടുന്തൂണായി പ്രവർത്തിക്കുന്ന സംഘടനയാണല്ലോ സ്കൂൾ PTA. ഈ സ്കൂളിലെ PTA ഏറ്റവും ശക്തമായി സ്കൂളിൻ്റെ ഉന്നമനത്തിനായി എല്ലാ പ്രവർത്തനങ്ങളും പങ്കുവെച്ച് വളരെ ഉചിതമായ രീതിയിൽ സഹകരണത്തോടെ പ്രവർത്തിക്കുന്നു. കാലാകാലങ്ങളായി പ്രവർത്തിച്ച PTA അംഗങ്ങൾ, മദർ PTA അംഗങ്ങൾ, പ്രസിഡന്റുമാർ എല്ലാവരോടുമുള്ള പ്രത്യേക സന്തോഷം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ PTAയ്ക്ക് ശക്തമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ശ്രീ സജികുമാർ PN അവറുകൾ, കഴിഞ്ഞ 3 വർഷം ഈ സ്കൂളിനെ PTA പ്രസിഡൻ്റായിരുന്ന സുനിൽ മാത്യു അവറുകൾ, എല്ലാവരും നൽകിയ എല്ലാ കൈത്താങ്ങിനും സ്നേഹത്തിനുമായിട്ട് നന്ദി അറിയിക്കുന്നു. അതുപോലെ സ്കൂൾ സപ്പോർട്ടിംഗ് ഗ്രൂപ്പ്, സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്, YMCA, YWCA, കീഴുകര പ്രദേശത്തെ സ്കൂളിൻ്റെ അടുത്തുള്ള അയൽവാസികൾ, വ്യാപാര വ്യവസായികൾ, പ്രത്യേകിച്ച് സ്കൂൾ സമീപത്തുള്ള ലാലമാമ കുടുംബം, ശ്രീ സാബു, ശ്രീമതി ലിബ അമ്പാട്ട്, ശ്രീ പ്രകാശ് കുമാർ, ശ്രീ ജയൻ, ഏവരും സ്കൂളിലെ കുഞ്ഞുങ്ങളോടുള്ള ശ്രദ്ധയും കരുതലും പോക്കിലും വരവിലും അവരോടുള്ള ഒരു പ്രത്യേക പരിഗണനയും കാണിക്കുന്നതിലുള്ള സന്തോഷവും നന്ദിയും അറിയിച്ചു കൊള്ളുന്നു. ഈ സ്കൂളിൽ നല്ലൊരു പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുണ്ട്. അതിൻ്റെ സെക്രട്ടറി ആയിട്ട് എലിസബത്ത് റോയ് ടീച്ചർ പ്രവർത്തിക്കുന്നു. എന്നാൽ സ്കൂളിലെ ചില തിരക്കുകളും
അത്യാവശ്യ കാര്യങ്ങളും കാരണം എപ്പോഴും അത് കൂടാനായിട്ട് സാധിച്ചിട്ടില്ല. എന്നാൽ പോലും എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളുമായിട്ട് നല്ലൊരു ബന്ധം പുലർത്തി വരുന്നു. ടീച്ചർ അതിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു. ടീച്ചറിനോടുള്ള പ്രത്യേക സന്തോഷം അറിയിക്കുന്നു. ഇന്ന് പൂർവ്വ വിദ്യാർത്ഥിയായി ഈ സ്കൂളിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഡോക്ടർ സഞ്ജോ ഉൾപ്പെടെയുള്ള അനേകം പൂർവ്വ വിദ്യാർത്ഥികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാവരും സ്കൂളിനെ തിരക്കുകയും ഇടയ്ക്കിടയ്ക്ക് സ്കൂൾ സന്ദർശിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരോടുമുള്ള കടപ്പാട് അറിയിക്കുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഡോക്ടർ സഞ്ജോ വളരെ മിടുക്കിയായിട്ട് കലാ പ്രവർത്തനങ്ങളിലും പാഠ്യ പ്രവർത്തനങ്ങളിലും വളരെ മിടുക്കിയായി ഈ സ്കൂളിൽ പഠിച്ച് ധാരാളം ഡിഗ്രികൾ കരസ്ഥമാക്കി ഡോക്ടറേറ്റ് എടുത്ത് ഇന്ന് കൗൺസിലിംഗ് രംഗങ്ങളിൽ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, കോർപ്പറേറ്റ് ട്രെയിനർ, മോട്ടിവേഷൻ സ്പീക്കർ ഇങ്ങനെയുള്ള പല മേഖലകളിൽ പ്രവർത്തിക്കുകയും അതുപോലെ എല്ലായിടത്തും കൗൺസിലിംഗ് ക്ലാസ്സുകൾ, മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുത്ത് സഹായിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഈ സ്കൂളിലും പല ദിവസങ്ങളിൽ അതിനായിട്ടുള്ള അവസരങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെയും ക്ലാസ് എടുത്ത് സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈയിടെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അവാർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. ഈ വലിയ അംഗീകാരത്തിന് പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു. 2007 ഞങ്ങൾ സ്റ്റേറ്റ് കലോത്സവവുമായിട്ട് ബന്ധപ്പെട്ട് എറണാകുളത്ത് പോയപ്പോൾ ഞങ്ങൾക്ക് വേണ്ട താമസ സൗകര്യം പ്രത്യേകം ഒരുക്കി ഒരു ഫ്ലാറ്റ് താമസിക്കാനായിട്ട് കുഞ്ഞുങ്ങളും ടീച്ചേഴ്സും എല്ലാമായിട്ട് താമസിക്കാൻ അറേഞ്ച് ചെയ്ത് തരികയുണ്ടായി. എല്ലാം നന്ദിയോടെ ഓർക്കുന്നു. ഇന്ന് ഇവിടെ എത്തിച്ചേർന്നതിലുള്ള സന്തോഷം അറിയിക്കുകയും ഏറ്റവും സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. ഈ സ്കൂളിലെ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാൻ ഈ കാലഘട്ടങ്ങളിൽ സാധിച്ചത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അഭിമാനവും സന്തോഷകരമായ നിമിഷങ്ങളാണ് പ്രദാനം ചെയ്തിട്ടുള്ളത്. സ്പോർട്സ്, ആർട്സ്, ശാസ്ത്രമേളകളിൽ ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്ത് വിജയിച്ചു വരുമ്പോൾ അവരോടൊപ്പം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ വർഷം തൃശ്ശൂർ നടന്ന സംസ്ഥാന കലോത്സവത്തിൽ വരെ പങ്കെടുപ്പിച്ച് കുട്ടികളെ വിജയിപ്പിച്ചു കൊണ്ടുവരാനുള്ള ഒരവസരം കൂടി ഞങ്ങൾക്ക് ലഭിച്ചു. ഇങ്ങനെ ലഭിക്കുന്ന ഈ അവസരങ്ങൾ വളരെ ചാരിതാർത്ഥ്യത്തോടെ സന്തോഷത്തോടെ ഞങ്ങൾ ആസ്വദിച്ചിട്ടുണ്ട്. 3-4 ദിവസങ്ങളിലായി കുട്ടികളോടൊപ്പം വിനോദയാത്രകൾ ഉൾപ്പെടെയുള്ള പരിപാടികളിൽ ഞങ്ങൾ ഏർപ്പെടുന്നത് ടീച്ചേഴ്സിന് എപ്പോഴും വളരെ ഊർജ്ജസ്വലത നൽകുന്ന ഒരവസ്ഥയാണ്. സന്തോഷത്തോടെ ഞങ്ങൾ ആ നിമിഷങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നു. SSLC റിസൾട്ടിലും ഫുൾ A+ ലഭിക്കുന്നതിലും ജില്ലയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന എൻ്റെ വിദ്യാലയം ലഭിച്ചിട്ടുള്ള എല്ലാ അംഗീകാരവും വളരെ സന്തോഷത്തോടെ ഓർക്കുന്നു. ഈ വർഷം SSLC പരീക്ഷ എഴുതുന്ന 100 കുട്ടികൾക്കും 100% വിജയവും നല്ല രീതിയിലുള്ള ഒരു ഫുൾ A+ കരസ്ഥമാക്കാൻ സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ജില്ലാ ശാസ്ത്രമേള, കലോത്സവം എന്നിവയ്ക്ക് പല വർഷങ്ങളും ആതിഥേയത്വം അരുളാൻ ഈ സ്കൂളിന് സാധിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിനും സമൂഹത്തിനുമിടയിൽ സ്കൂളിൻ്റെ പ്രശംസ ഉയർത്തിക്കാട്ടുവാൻ ഇത് സഹായിച്ചു. ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ ഭവനവും വിവാഹം കഴിച്ചു ചെന്ന ഭവനവും പൈതൃക ഗ്രാമമായ ആറന്മുള തന്നെയാണ്. ഇത് സ്കൂളിൻ്റെ പ്രവർത്തനത്തിന്, വിദ്യാർത്ഥികളുടെ പാഠ്യേതര പ്രവർത്തനത്തിന് എനിക്ക് വളരെ സഹായകരമായി. ഞാൻ ജനിച്ചു വളർന്നത് ഒരു അധ്യാപക കുടുംബത്തിലാണ്. എൻ്റെ മാതാപിതാക്കൾ അധ്യാപകരായിരുന്നു. പിതാവിൻ്റെ സഹോദരൻ KV ചാക്കോ സാർ, സഹോദരി KV അന്നമ്മ ടീച്ചർ, അവരുടെ മക്കൾ ഒക്കെ അധ്യാപകരാണ്. എൻ്റെ സഹോദരൻ റജു തോമസ് സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലും സഹോദരി CBSE സ്കൂളിലും മാത്തമാറ്റിക്സ് ടീച്ചറായിട്ട് തന്നെ പ്രവർത്തിക്കുന്നു. മറ്റൊരു സഹോദരി വിദേശത്ത് നേഴ്സായി പ്രവർത്തിക്കുന്നു. സഹോദരിമാർ 2 പേരും ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. എൻ്റെ ഭർത്താവും 2 മക്കളും അടങ്ങുന്ന കുടുംബം, അവിടുത്തെ മാതാപിതാക്കളും സഹോദരങ്ങളും എല്ലാം എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ എന്നും കൈത്താങ്ങായിരുന്നു.
കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞ എൻ്റെ പിതാവിനെയും ഭർത്തൃമാതാപിതാക്കളെയും ഈ സമയം സ്മരിക്കുന്നു. എൻ്റെ മാതാവ് കഴിഞ്ഞ ദിവസങ്ങളിലായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. ICUവിലും ഒക്കെ ആയിട്ട് ചില ദിവസങ്ങൾ കഴിഞ്ഞു. ഇപ്പം ഹോസ്പിറ്റലിൽ നിന്ന് നേരിട്ട് ഇവിടേക്ക് വരാൻ ഉള്ള ആരോഗ്യം ലഭിക്കുകയും ഇന്ന് ഈ മീറ്റിങ്ങിൽ വന്ന് പങ്കെടുക്കാനുള്ള ഒരു അവസരം ലഭിക്കുകയും ചെയ്തു. ദൈവത്തിന് 1000 സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. എൻ്റെ ഭർത്താവ്, ഞാൻ ഈ ഹെഡ്മിസ്ട്രസ് കാലയളവിൽ ഈ സ്കൂളിൽ പ്രവർത്തിക്കുമ്പോഴൊക്കെയും വളരെ താമസിച്ചും പല സ്ഥലങ്ങളിൽ പല മീറ്റിങ്ങുകൾക്കും ഒക്കെ പോകുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ വേണ്ട എല്ലാ കൈത്താങ്ങും സപ്പോർട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ കുടുംബാംഗങ്ങളോടുമുള്ള നന്ദിയും കടപ്പാടും ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ഈ വർഷം എന്നോടൊപ്പം സർവീസിൽ നിന്നും വിരമിക്കുന്ന 3 സഹപ്രവർത്തകർ, അവരോടൊപ്പം ജോലി ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എൻ്റെ കളിക്കൂട്ടുകാരിയും സഹോദരിയും സുഹൃത്തും ക്ലാസ്മേറ്റും സഹപ്രവർത്തകയും ഒക്കെയായ പ്രിയ അനിത ടീച്ചർ, ഈ 56 വർഷവും ഞങ്ങൾ ഒരുമിച്ചായിരുന്നെന്ന് പറയാം. വളരെ ചെറുപ്പം മുതൽ ഞങ്ങളുടെ വീടുകളിൽ ജനിച്ച് വളർന്നപ്പോൾ മുതലുള്ള ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. 19ാമത്തെ വയസ്സിൽ ഈ സ്കൂളിൽ കയറി ഇന്ന് വരെയും അധ്യാപികയായി ഇവിടെ തുടരുന്നു. വളരെ ആത്മാർത്ഥതയോടെ കുട്ടികളെ പഠിപ്പിക്കുകയും മാതൃവാത്സല്യത്തോടെ കുട്ടികളോട് ഇടപെടുകയും ചെയ്യുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരി, വർഷങ്ങളായി സ്കൂളിൻ്റെ കലാപ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന അനിത ടീച്ചർ, ഓരോ വർഷവും സ്കൂൾ തുറക്കുമ്പോൾ മുതൽ കലോത്സവം മുന്നിൽ കണ്ടുകൊണ്ട് കുട്ടികളെ തിരഞ്ഞെടുക്കുകയും തക്കതായ പരിശീലകരെ കണ്ടെത്തി ഇവിടെ എത്തിച്ച് കുട്ടികളെ സബ് ജില്ല, ജില്ല, സംസ്ഥാന കലോത്സവങ്ങളിൽ പങ്കെടുപ്പിച്ച് കൊണ്ടുവരുന്നതിൽ ടീച്ചർ കാണിച്ചിട്ടുള്ള ഉത്സാഹം എടുത്തു പറയേണ്ടതാണ്. സബ് ജില്ലയിൽ UP ഹൈസ്കൂൾ തലങ്ങളിൽ എല്ലാ വർഷവും ഓവറോൾ 1ാം സ്ഥാനം ലഭിക്കുകയും അതിൽ മുന്നോട്ട് സംസ്ഥാന തലത്തിൽ വരെ, സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് നടക്കുന്ന കലോത്സവത്തിൽ വരെ കുട്ടികളെ കൊണ്ടുപോയി പങ്കെടുപ്പിച്ച് തിരിച്ചു വരുന്ന ഭാരിച്ച ചുമതല, ആ ഉത്തരവാദിത്വം എന്നും ടീച്ചർ ഏറ്റെടുത്തിരുന്നു. അതുപോലെ സ്കൂളിലെ ഏത് കാര്യത്തിനും എന്നോടൊപ്പം സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നു. ടീച്ചറിൻ്റെ കുടുംബവും ഈ കാര്യങ്ങളിലെല്ലാം വേണ്ട എല്ലാ സപ്പോർട്ടും നൽകിയിരുന്നു. എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. അനുഗ്രഹീതമായ ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് ടീച്ചറിന് ആശംസിക്കുകയും ചെയ്യുന്നു. പ്രിയ സോജി ടീച്ചറും ഞാനും അനിത ടീച്ചറും ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. 8, 9, 10 ക്ലാസ്സുകളിൽ ഞങ്ങൾ ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിലിരുന്നൊക്കെ പഠിച്ചിട്ടുള്ളവരാണ്. ആ ഒരു സന്തോഷവും അതുപോലെ ഈ വിദ്യാലയത്തിൽ തന്നെ ഞങ്ങൾ 3 പേരും ഒരുപോലെ പ്രവർത്തിക്കുവാനും ഒരുപോലെ റിട്ടയർ ചെയ്യുവാനും ഈ അവസരം ലഭിച്ചു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിരിക്കുന്നു. ഏറ്റവും ആത്മാർത്ഥതയോടെ കൃത്യനിഷ്ഠയോടെ ജോലി ചെയ്തിരുന്ന ടീച്ചർ ഇവിടെ പ്രവർത്തിച്ച ശേഷം പ്രൊട്ടക്ഷനിൽ ഇപ്പോൾ കുളത്തൂർ സെൻറ്റ് ജോസഫ് ഹൈസ്കൂളിൽ പ്രവർത്തിച്ച് ഇവിടെ നിന്നും റിട്ടയർ ചെയ്യുന്നു. ഒരു നല്ല ഗായിക കൂടിയായ സോജി ടീച്ചറിന് റിട്ടയർമെൻറ്റ് ലൈഫ് ഏറ്റവും സന്തോഷകരമാകട്ടെ, എല്ലാ ആശംസകളും അറിയിച്ചു കൊള്ളുന്നു. എൻ്റെ സഹപ്രവർത്തകയായ മിനി ടീച്ചർ ഏറ്റവും ആത്മാർത്ഥതയോടെ തൻ്റെ ജോലികൾ നിറവേറ്റുന്നു. സ്കൂൾ റെഡ് ക്രോസ്, ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ, ഹരിത കേരളം പദ്ധതി, എക്കോ ക്ലബ്ബ് തുടങ്ങിയ വിവിധങ്ങളായ പദ്ധതികളുടെ ചുമതല കൃത്യതയോടെ ടീച്ചർ ചെയ്തു വന്നു. പ്രകൃതിയോട് ഏറ്റവും ഇണങ്ങി പ്രകൃതിയെ സ്നേഹിച്ച് ജീവിക്കുന്ന ടീച്ചർ ആ മാതൃകകൾ കുട്ടികളിൽ എത്തിക്കുന്നതിന്, ആ ശീലങ്ങൾ കുട്ടികളിൽ പകരുന്നതിന് ഏറ്റവും താല്പര്യം കാണിക്കുകയും ഒരു മാതാവിൻ്റെ സ്നേഹത്തോടെ കുട്ടികളോട് പെരുമാറുകയും ചെയ്തിരുന്നു. ഈ 3 പ്രിയ അധ്യാപകർക്കും വിശ്രമജീവിതം ഏറ്റവും ആരോഗ്യപൂർണവും സന്തോഷപൂർണവും ആകട്ടെ എന്ന് ഞാൻ ആശംസിച്ചു കൊള്ളുന്നു. ഈ സ്കൂളിൽ പ്രവർത്തിക്കുന്ന പലവിധമായ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തിത്വങ്ങളെ ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു. സ്കൂൾ ബസ് ഓടിക്കുന്ന ഗോപിച്ചേട്ടൻ, ശ്രീ ഷിബു, ബസ്സിൽ ആയി പ്രവർത്തിക്കുന്ന സുനിത, സുജ,
നേരത്തെ പ്രവർത്തിച്ചിരുന്നവർ ഒക്കെ ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു. സ്കൂൾ കൗൺസിലറായി പ്രവർത്തിക്കുന്ന വീണ സുരേന്ദ്രൻ ദീർഘനാളായി സ്കൂളിൽ ഉച്ചഭക്ഷണം തയ്യാറാക്കി കഴിഞ്ഞ വർഷം അതിൽ നിന്നും സുഖമില്ലാത്തതിനാൽ വിരമിച്ച തങ്കമ്മ ചേച്ചി, ഇപ്പോൾ ഉച്ചഭക്ഷണ ചുമതല വഹിക്കുന്ന ബിന്ദു, എല്ലാവരെയും ഞാൻ ഈ സമയം നന്ദിയോടെ ഓർക്കുന്നു. ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ സ്കൂളിൻ്റെ ഭാവി വാഗ്ദാനങ്ങളാണ്. ഈ സ്കൂളിലെ ഓരോ കാര്യങ്ങളിലും എപ്പോഴും വളരെ സന്തോഷത്തോടെ ഇടപെടുകയും എല്ലാ കൈത്താങ്ങും എല്ലാ സപ്പോർട്ടും ടീച്ചേഴ്സിനും നൽകുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ. ആര് ഈ സ്കൂളിൽ വന്നാലും ഇവിടുത്തെ സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നത് എങ്ങനെയാണെന്ന് എപ്പോഴും ചോദിക്കും. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വളരെ സന്തോഷത്തോടെ ഈ കലാലയത്തിൻ്റെ മുറ്റത്തുകൂടി ഓടി നടക്കുന്നത് എപ്പോഴും ഞങ്ങൾക്ക് കാണാവുന്നതാണ്. കോവിഡ് കാലയളവിൽ ഈ കുഞ്ഞുങ്ങൾ ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് വളരെ ശൂന്യത ഈ സ്കൂളിന് അനുഭവപ്പെട്ടു. അവർ പൂമ്പാറ്റകളെ പോലെ ഈ സ്കൂളിൽ പാറിപ്പറക്കുന്നത് വളരെ സന്തോഷത്തോടെ ഇവിടെ പ്രവർത്തിക്കുന്നതും ഏറ്റവും അഭിമാനത്തോടെ ഞങ്ങൾ കാണുന്നു. അവരെ ഇവിടേക്ക് പറഞ്ഞയക്കുന്ന മാതാപിതാക്കൾ, ഇവിടുത്തെ വിദ്യാർത്ഥിനികളായ മാതാപിതാക്കളുണ്ട്, അല്ലാത്തവരുണ്ട്. ഏവരുടെയും പ്രവർത്തനത്തിന്, സഹകരണത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാ PTA കമ്മിറ്റി അംഗങ്ങളെയും, നേരത്തെ പ്രവർത്തിച്ചവരെയും, ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാ അംഗങ്ങളെയും പ്രത്യേകം നന്ദി അറിയിക്കുകയും സന്തോഷം അറിയിക്കുകയും ചെയ്യട്ടെ. ഈ സ്കൂളിലെ എല്ലാ കാര്യത്തിനും എൻ്റെ വലങ്കൈയായി പ്രവർത്തിച്ചിരുന്ന എൻ്റെ സഹപ്രവർത്തകർ, അവരെക്കുറിച്ച് പറഞ്ഞാൽ തീരത്തില്ല. എല്ലാവരും ഒത്തൊരുമയോടെ പരസ്പരം വേണ്ട ബഹുമാനവും പരിഗണനയും നൽകി പ്രവർത്തിക്കുന്നു. ഇന്നത്തെ ഈ മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും എൻ്റെ സഹപ്രവർത്തകരാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. സ്കൂളിലെ ഏത് പ്രവർത്തനം പറഞ്ഞാലും മടി കൂടാതെ കൃത്യമായി അതിൽ പങ്കെടുക്കുകയും കൃത്യനിഷ്ഠയോടെ അത് ചെയ്ത് തിരിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന സഹപ്രവർത്തകർ. ചുരുക്കം ചില ഒഴിവ് സമയങ്ങൾ മാത്രമേ അവർക്കെല്ലാം കൂടി ടീച്ചേഴ്സ് റൂമിൽ ഇരിക്കാനായിട്ട് ലഭിക്കുകയുള്ളൂ. ഉച്ച സമയമാണെങ്കിൽ പോലും ഡിസിപ്ലിൻ്റെ ഭാഗവും പല ക്ലാസ്സുകളുടെ ഭാഗവും ആയിട്ട് പലരും ഓടി നടക്കുകയാണ്. ഒരു കാര്യം പറയാൻ ചെന്നാൽ പോലും ടീച്ചേഴ്സ് റൂമിൽ ആളുകൾ കാണത്തില്ല, പല ജോലികളിൽ ഏർപ്പെട്ടിരിക്കും. എന്നാൽ ചുരുക്കം ചില ഒഴിവ് സമയങ്ങൾ ലഭിക്കുമ്പോൾ ടീച്ചേഴ്സ് റൂമിലെ സന്തോഷവും പൊട്ടിച്ചിരികളും തമാശ പറച്ചിലും ഒക്കെ ഞങ്ങൾക്ക് ഈ സ്കൂളിൽ ഏറെ സന്തോഷകരമായിരുന്നു. എല്ലാ അധ്യാപകരോടുമുള്ള നന്ദിയും കടപ്പാടും ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ഓഫീസ് സ്റ്റാഫായി പ്രവർത്തിക്കുന്ന സജു, ജോമോൻ, ജോജി, 3 പേർക്കും ഇപ്പോൾ ഇലക്ഷൻ ഡ്യൂട്ടിയാണ്. എന്നാൽ പോലും ഏത് സമയത്ത് ഏത് കാര്യം പറഞ്ഞാലും ഓടി വന്ന് എല്ലാം ചെയ്തു തന്ന് തിരിച്ചു പോവുകയൊക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് എല്ലാവർക്കും ഉള്ളത്. വളരെ സന്തോഷത്തോടെ എല്ലാവരും ഇവിടെ ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്നു. ഇവിടെ നിന്നും സെൻറ് തോമസിലേക്ക് കടന്നുപോയ പല ടീച്ചേഴ്സ്, അവരെയൊക്കെ ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. റിച്ചു ഈ സ്കൂളിലേക്ക് ഈ വർഷം ട്രാൻസ്ഫറായി വന്നു. ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ റിച്ചു എല്ലാ പ്രവർത്തനങ്ങളിലും വേണ്ട കൈത്താങ്ങ് തന്ന് വളരെ സന്തോഷത്തോടെ ഇവിടെ പ്രവർത്തിക്കുന്നു. എല്ലാ അധ്യാപക അനധ്യാപക സഹപ്രവർത്തകരോടും ഉള്ള നന്ദിയും കടപ്പാടും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന് ഇന്ന് ഈ വേദി അലങ്കരിച്ചതും അതുപോലെ ബഹുമാനപ്പെട്ട അനീഷ് വരിക്കണ്ണാനും അതുപോലെ സ്റ്റെല്ല തോമസ് രണ്ടുപേരോടുമുള്ള നന്ദിയും അറിയിച്ചു കൊള്ളുന്നു. എന്നെ ഇത്രത്തോളം ഈ വേദിയിൽ നിർത്താൻ സഹായിച്ച പരമകാരുണ്യമാന് എല്ലാറ്റിനും 1000 നന്ദി സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്ക് നിർത്തുന്നു. നമസ്കാരം.